മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? മൗലിദ് ഒരു പ്രധാനപ്പെട്ട ദിക്റാണത്. അള്ളാഹു റസൂലിന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ പേര്, അമ്പിയാക്കന്മാരുടെ പേര്, അള്ളാഹുവിന്റെ മലായികത്തിന്റെ പേര്, അള്ളാഹുവിന്റെ ഔലിയാക്ക, ഇതൊക്കെ ദിക്ർ. യാ ഗൗസ് യാ മുഹിയദ്ദീൻ, അതൊരു പ്രധാനപ്പെട്ട ദിക്റല്ലേ? വെറുതെ യാ ഗൗസ് യാ മുഹിയദ്ദീൻ എന്ന് പറഞ്ഞ് പോകല്ലോ. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ മശായിഖന്മാർക്കുള്ള പേരുകൾ, ബദരീകൾക്കുള്ള അസ്മാക്കൾ, ഇതൊക്കെ ദിക്റുകൾ തന്നെയാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ പേര്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളിൽപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹിന്റെ പേര്. അതല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഹസ്സാനു ഉഹ്ജുൽ മുശ്രിക്കീൻ, അല്ലെങ്കിൽ യാ ഹസ്സാനു ഹാജിൽ മുശ്രിക്കീൻ. ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നീ പാടണം. അതെന്താ പറയാൻ കാരണം? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ പാടിയപ്പോൾ അതിന് മറുപടി പറയാൻ പറഞ്ഞു ഹസ്സാനോട്. അപ്പൊ ഹസ്സാനോട് പിന്നെ അതിന്റെ കൂടെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഓ ജിബ്രീലു മഅക്, ഹസ്സാനെ ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി ആവുമ്പോൾ അതൊരു സാധാരണ പാട്ടല്ല ഹസ്സാനെ, അതൊരു ദിക്റാണ്, പ്രധാനപ്പെട്ട ദിക്റാണ്. നീ ആ പ്രധാനപ്പെട്ട ദിക്റ് ചെല്ലുമ്പോൾ നിന്റെ കൂടെ മലായിക്കത്തും ദിക്റ് ചെല്ലും. മലായിക്കത്ത് പാട്ട് പാടുന്ന ആൾക്കാരല്ലേ? നമുക്കറിയില്ലേ അവർ പാട്ട് പാടുന്ന ആൾക്കാർ. എന്തെങ്കിലും പാട്ട് പാടുള്ള വല്ല പണി? ലാ യഅസുല്ലാഹ മാ അമറഹുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊന്നും മാറു കാണിക്കാൻ, അതിന് വിപരീതം ചെയ്യാൻ മലായിക്കത്തിന് കഴിയൂല. അവർ സർവ്വസമയത്തും തസ്ബീഹും തഹ്ലീലുമായിട്ട് കഴിച്ചു കൂടുന്നവരായിരിക്കും മലായിക്കത്ത്. അപ്പൊ അവർക്ക് അള്ളാഹുവിന്റെ ഒന്നിനും വിപരീതം കാണിക്കാൻ മലായിക്കത്തിന് കഴിയൂല. പിന്നെ അവർ എപ്പോഴും ദിക്റുന്നവരാണ്. എന്നാ പിന്നെ ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ടുണ്ടല്ലോ എന്റെ മദ്ഹാണത്. കാരണം എന്നെ ആക്ഷേപിച്ചവർക്ക് മറുപടി ആവുമ്പോൾ എന്റെ മദ്ഹ് അതിൽ ഉൾക്കൊള്ളും. എന്റെ മദ്ഹ് ആയതുകൊണ്ട് ഹസ്സാനെ ജിബ്രീലിന്റെ കൂടെ പാടുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ പറ്റി രചിക്കപ്പെട്ട മൗലിദ്, റസൂലുള്ളാഹിനെ പറ്റിയുള്ള മൗലിദ് മാത്രമല്ല, സർവ്വ അമ്പിയാക്കന്മാരെ പറ്റിയും അള്ളാഹുവിന്റെ ഔലിയാവിനെ പറ്റിയൊക്കെ രചിക്കപ്പെട്ട മൗലിദുകൾ, അതൊക്കെ ദിക്റുകളാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ഇതുപോലുള്ളതായ ദിക്റുകളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ നോമ്പൊക്കെ കൽപ്പിച്ചല്ലോ, നോമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മൗലിദുകളെ കൊണ്ടോ, പ്രത്യേകിച്ച് ഓരോ വർഷത്തിലും മടങ്ങി വരുന്ന റബീഉൽ അവ്വൽ 12, ആ 12ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവിടെ മടങ്ങി വരുന്ന ഓരോ 12നും ആഴ്ചയിൽ മടങ്ങി വരുന്ന തിങ്കളാഴ്ചയ്ക്ക് പ്രധാനം ഉള്ളതുപോലെ അത് പ്രധാനം ഉണ്ടാവാനുള്ള കാരണം എന്തോ? നബിന്റെ ജന്മദിനായതുകൊണ്ടാണ് എന്ന്